ശബരിമല പ്രക്ഷോഭകാലത്ത് ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ പി.എസ്. ശ്രീധരൻപിള്ളയ്ക്കെതിരായ കേസ് റദ്ദാക്കി. ഹൈക്കോടതിയാണ് കേസ് റദ്ദാക്കിയത്. ശബരിമല നട അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രസംഗത്തിലായിരുന്നു കേസ്. രേഷ്മ ബാബു ചേരുന്ന വിവരങ്ങളുമായി. രേഷ്മ, എന്താണ് കോടതി ഉത്തരവ്? വീണ, 2018 നവംബർ മാസം എടുത്ത കോഴിക്കോട് കസബ പോലീസ് പി.എസ്. ശ്രീധരൻപിള്ളയ്ക്കെതിരെ എടുത്ത കേസാണ് നിലവിൽ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. അതായത് ശബരിമലയിൽ തുലാമാസ പൂജയ്ക്കായിട്ട് നടയടയ്ക്കുവാനായിട്ടുള്ള തന്ത്രിയുടെ തീരുമാനം, അതുമായി ബന്ധപ്പെട്ട് തന്ത്രി തന്നെ വിളിച്ചിരുന്നതടക്കമുള്ള പരാമർശങ്ങൾ അടങ്ങിയ ഒരു പ്രസംഗം കോഴിക്കോട് നടത്തിയിരുന്നു. ഇത് മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിലാണെന്നും തന്ത്രിയെ മറ്റും കോടതി ലക്ഷ്യത്തിന് പ്രേരിപ്പിച്ചു എന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള പരാതിയിലായിരുന്നു കസബ പോലീസ് ശ്രീധരൻപിള്ളയ്ക്കെതിരെ കേസെടുത്തത്. പക്ഷേ ഹർജിയിൽ വാദമെന്നുള്ള രീതിയിൽ ശ്രീധരൻപിള്ള ഉന്നയിച്ചിരുന്നത് ഈ നടയടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതി ലക്ഷ്യം നിലനിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഫോൺ കോൾ തനിക്ക് വന്നിരുന്നു. അത് തന്ത്രിയാണെന്നാണ് കരുതുന്നത്. ഒപ്പം തന്നെ അത് കോടതി ലക്ഷ്യം നിലനിൽക്കില്ല, എല്ലാവരും ആയിരക്കണക്കിന് പേർ അങ്ങയോടൊപ്പം ഉണ്ട് തുടങ്ങിയ മറുപടിയാണ് താൻ നൽകിയത്. ഇക്കാര്യങ്ങളാണ് ശ്രീധരൻപിള്ള ഹർജിയിൽ വിശദീകരിച്ചിരുന്നത്. ഒപ്പം തന്നെ ഈ കേസ് എടുത്തിരിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളൊരു വാദവും ശ്രീധരൻപിള്ള ഹൈക്കോടതിയിൽ ഹർജി മുഖാന്തരം വാദം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ആ വാദം കൂടി അംഗീകരിച്ചുകൊണ്ടാണ് നിലവിൽ ഈ പ്രസ്തുത കേസ് ഹൈക്കോടതി റദ്ദാക്കിയത്. ഈ കേസ് എടുക്കാനുള്ള ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് കോഴിക്കോട് ഇത്തരം ഒരു പ്രസംഗം, അതായത് ശബരിമല സുവർണാവസരമായിട്ട് കാണണമെന്നുള്ള രീതിയിൽ ശ്രീധരൻപിള്ള പ്രസംഗിച്ചു എന്നുള്ള ഒരു പരാതി കസബ പോലീസ് സ്റ്റേഷനിൽ ഷൈബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ശ്രീധരൻപിള്ളയ്ക്കെതിരെ കേസെടുത്തത്. എന്തായാലും ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദ പ്രസംഗം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ശ്രീധരൻപിള്ളയ്ക്കെതിരെ കേസെടുത്തത്. ആ കേസാണ് നിലവിൽ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ഈ സന്നിധാനത്തേക്ക് തുലാമാസ പൂജയ്ക്കായിട്ട് നട തുറന്ന സമയത്ത് സ്ത്രീകൾ അടക്കമുള്ളവർ എത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രസംഗം ശ്രീധരൻപിള്ള നടത്തിയത്. എന്തായാലും ആ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിലെടുത്ത കേസാണ് നിലവിൽ ഹൈക്കോടതി റദ്ദാക്കിയത്. ഓക്കെ, ശരി രേഷ്മ.